എല്ലാവരും ഒരേ വഴി കൂടെ പോകുമ്പോൾ ഇത് ശരിയാണോ എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിലേ അതിനൊരു കുറച്ച് ധൈര്യമെങ്കിലും വേണം. ജനക്കൂട്ടത്തിന്റെ കൂടെ പോവാൻ വലിയ ധൈര്യമൊന്നും വേണ്ട. അല്ല, നിന്നെ 10 തെറി വിളിക്കാൻ നിന്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചു നിന്റെ മുമ്പിൽ ഒന്ന് കുനിഞ്ഞിരിക്കാൻ ഞാൻ ഈ ഒരു പ്രൈം മിനിസ്റ്റർ അതായത് ചീഫ് മിനിസ്റ്ററാ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇല്ലാത്ത കാരണം പറഞ്ഞുകൊണ്ട് ദീപക് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ സ്വന്തം അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ട് ജോലി ചെയ്ത് വീട്ടിൽ പോകുന്ന ഒരു മനുഷ്യനായിരുന്നു ദീപക് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഇല്ലാത്ത കഥ, ഇല്ലാത്ത വീഡിയോ, സ്വന്തം എൻ്റെ ശരീരത്തിൽ വന്ന് മുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറ സൂം ചെയ്യിച്ച് വീഡിയോ എടുത്ത് പൊതുജനങ്ങളുടെ മധ്യത്തിലേക്ക് അതങ്ങോട്ട് എറിഞ്ഞു കൊടുത്തിട്ട് അപമാനിച്ചിട്ട് അവസാനം ആ മനുഷ്യൻ ജീവനൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിലെ പ്രതി ഷിംജിത ഇപ്പോൾ വേറെ കുറച്ച് മോട്ടിവേഷൻ വീഡിയോ എന്ന പേരുമായിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. മലയാളികളോട് എനിക്ക് പുച്ഛമാണ്. കാരണം ഇപ്പോഴും അവരുടെ ആ വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും മലയാളികൾ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു നീതികേടായിരിക്കുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം പൊതുജന സമൂഹത്തെ നോക്കി കൊഞ്ചരം കുത്തുന്നതാണ് നമ്മുടെ നിയമം. കാരണം ഒരു പൂസ് പോലും ഇല്ലാതെ നിങ്ങൾ കണ്ടു കാണും. ഏതാനും മാസങ്ങൾ അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾ മാത്രമേ ജയിലിനകത്ത് അവർക്ക് കഴിയേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ. ഇപ്പോൾ വീണ്ടും പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണ്. വീഡിയോ ആയിട്ടും റീൽസ് ആയിട്ടും അതുപോലെ മോട്ടിവേഷനായിട്ടും. ഇവരുടെ മോട്ടിവേഷനൊക്കെ കാണുന്ന ജനങ്ങളോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾ പറയുന്നത് കേൾക്കണം. ഇപ്പോൾ അവർ പറയുന്ന വീഡിയോയിൽ ഓരോ കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അവർ സ്വയം വെളുപ്പിച്ച് വീണ്ടും പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണ്. ചെയ്ത തെറ്റിനെ വീണ്ടും അവർ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നമുക്ക് ഈ വീഡിയോയിൽ പലയിടത്തും കാണാൻ വേണ്ടി സാധിക്കും. പോവാം, നമുക്ക് ഷിംജിതയ്ക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാം. ഈ ജേഴ്സി ഇട്ടിട്ട് പുറത്തു പോകണമെങ്കിലേ അതിനൊരു അപാര ധൈര്യം തന്നെ വേണം. ധൈര്യം എന്നുള്ളതല്ല, ഒരു ഹൃദയം വേണം. ഒറ്റ കാര്യം, ഒരു 10 ആളുകൾ കൂടി ചേർന്നിട്ട് ഒരാളെ എതിർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ 10 ആളുകൾ പറയുന്നത് ശരിയാണ് എന്നല്ല അതിന്റെ അർത്ഥം. പൊതുവെ ആളുകളില്ലേ പലപ്പോഴും സത്യത്തിന്റെ ശരിയുടെ കൂടെ ഒന്നല്ല. കുറെ ആളുകൾ എന്താണോ പറയുന്നത് അതിന്റെ കൂടെ, അല്ലെങ്കിൽ ഒച്ചത്തിൽ എന്താണോ കേൾക്കുന്നത് അതിന്റെ കൂടെ. അതെ, ഷിംജിത പറഞ്ഞത് ശരിയാണ്. ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഒരു പ്രത്യേക ധൈര്യം തന്നെ വേണം. അത് ഞാൻ സമ്മതിച്ച് തന്നിരിക്കുകയാണ്. തൊലിക്കട്ടി എന്നൊക്കെ പറഞ്ഞാൽ കണ്ടാമൃഗത്തിനേക്കാൾ വലിയ തൊലിക്കട്ടിയാണ്. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷെ രണ്ടാമത് പറഞ്ഞ ഒരു കാര്യം, ഹൃദയത്തിൽ കുറച്ച് നന്മ വേണമെന്ന് പറഞ്ഞില്ലേ. ബ്രസീലിന്റെ ജേഴ്സി ഇട്ടത് കൊണ്ട് മാത്രം നന്മയുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിലോ നിങ്ങൾക്കോ യാതൊരു നന്മയുടെ ഒരു അവശിഷ്ടം പോലും നിങ്ങളുടെ മനസ്സിൽ എവിടെയും ശേഷിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നിങ്ങൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും ഒരു മനസ്സാക്ഷി കുത്ത് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ സഹോദരന് നഷ്ടപ്പെട്ടത് ആ ജീവനും അതുപോലെ തന്നെ ദീപകിനെ നഷ്ടപ്പെട്ട കുടുംബത്തിന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പോയത് എന്ന് നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നുള്ളൂ. നിങ്ങൾക്ക് അത്തരത്തിൽപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിയമപരമായ നടപടി എടുത്തത് കൊണ്ട് അദ്ദേഹത്തെ ശിക്ഷിക്കാൻ ഇവിടെ നിയമമുണ്ടായിരുന്നു. ആ നിയമത്തിൻ്റെ കണ്ണിൽ കൂടി നിങ്ങൾ നീങ്ങേണ്ടതായിരുന്നു. പക്ഷേ അതൊന്നും നിങ്ങൾ ചെയ്യാതെ പൊതുജന മധ്യത്തിൽ നിങ്ങൾ അദ്ദേഹത്തെ അവഹേളിച്ചു, നിങ്ങൾ അപമാനിച്ചു, അതിനുശേഷം നിങ്ങൾ കുരുതി കൊടുത്തു എന്ന് മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് പറയുകയുള്ളൂ. 10 ആൾക്കാർ എന്താണോ പറയുന്നത് അതല്ല ശരിയെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. 10 ആൾക്കാരല്ല, കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ടെങ്കിൽ 3.5 കോടി ജനങ്ങളും ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ എതിർത്തിരുന്നു. 100% സത്യമാണ്, നീതിക്കൊപ്പമാണ് ജനങ്ങൾ നിന്നത്. 10 ആൾ പറഞ്ഞത് കൊണ്ട് സത്യമാവില്ല, അത് കാര്യം ശരി തന്നെയാണ്. പക്ഷേ നിങ്ങൾ 100 ആൾക്കാർ നിങ്ങളൊപ്പം ഉണ്ട് എങ്കിലും നിങ്ങൾ പറയുന്നത് ഒരിക്കലും ശരിയാവുകയില്ല. കാരണം നിങ്ങൾ ചെയ്തത് തെറ്റാണ്. അത് 100 വട്ടം ആവർത്തിച്ച് പറയുമെന്ന് കേരളത്തിലെ ഓരോ അമ്മമാരും ഓരോ ഉമ്മമാരും ഓരോ സഹോദരിമാരും. കാരണം ദീപക് എന്ന് പറയുന്ന മനുഷ്യൻ്റെ പേരിൽ അത്രയും നാൾ ഒരു ചീത്തപ്പേര് പോലും അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട ഒരു അലിഗേഷൻസ് പോലും എവിടെയും അതുവരെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽപ്പെട്ട വൃത്തികെട്ട മനുഷ്യനാണ് എങ്കിൽ ഒരിക്കലും അദ്ദേഹം ആ കടുങ്കൈ ചെയ്യുകയും ചെയ്യില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വിവരമുള്ള അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വളരെ സത്യമായി മനസ്സിലാക്കും. പിന്നെ സത്യത്തിൻ്റെയും നീതിയുടെയും എല്ലാം കാര്യം പറയാൻ നിങ്ങൾക്ക് യാതൊരു അർഹതയും ഇല്ല എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാം. ബാക്കി പറ. ഞാനിപ്പോൾ എന്തൊരവസ്ഥയിലാണ് ഉള്ളതെന്നറിയോ? ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റിന് വന്നു കഴിഞ്ഞാൽ തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കാതെ മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ, അതായത് ഒരാളിപ്പോൾ എന്നോട് പറയാണ് ഇത് നട്ടുച്ചയാണ്, ഓക്കെ ആനക്ക് പറക്കാൻ കഴിയുന്നു, ഓക്കെ എന്ന് വെച്ച് അവർ പറയുന്നത് ഞാൻ എഗ്രി ചെയ്യുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. എനിക്ക് വയ്യ അവരെ കൺവിൻസ് ചെയ്യാൻ പോവാൻ. പഠിച്ചൊരു വലിയ പാടുണ്ട്. ഒരാളെ തിരുത്താൻ പോകുന്നതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളെ സമാധാനം. എന്തിനാ വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എനർജി വെറുതെ വേസ്റ്റ് ആക്കുന്നത്? എല്ലാവരും എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് കൊണ്ടൊന്നല്ല നമ്മളടുത്ത് ആർഗ്യുമെന്റ്സിന് വരുന്നത്. നമ്മളെ ട്രെയിൻ ആക്കണം. എന്തിനാ വെറുതെ നിന്ന് കൊടുക്കുന്നത്? നമ്മളെ കാര്യം നോക്കിയിട്ട് സമാധാനമായിട്ട് പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ പറയുകയാണ് ആൾക്കാർ ഒരു ആർഗ്യുമെന്റിന് വന്നാൽ ഞാൻ തിരിച്ചൊന്നും പറയാറില്ല. നിങ്ങൾക്കൊന്നും പറയാനില്ല. നിങ്ങളോട് ആർഗ്യുമെന്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ആർഗ്യുമെന്റിന് തിരിച്ചൊരു മറുപടി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നട്ടുച്ചയാണെന്ന് പറഞ്ഞാൽ നട്ടുച്ചയാണ് എന്നും ആന പറക്കുമെന്ന് പറഞ്ഞാൽ ആ പറക്കുമെന്നൊക്കെ പറഞ്ഞ് സമ്മതിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നത്. നിങ്ങൾ ചെയ്ത തെറ്റ് എത്രമാത്രം
എത്രമാത്രം ക്രൂരമാണ് അല്ലെങ്കിൽ എത്രമാത്രം വലിയ ഒരു പാതകമാണ് എന്ന് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതം തീർച്ചയായിട്ടും നിങ്ങളെ തന്നെ പഠിപ്പിക്കുന്ന ഒരവസ്ഥ വരും. അതാണ് ഈ കർമ്മ എന്നൊക്കെ പറയും. നിങ്ങളതിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഒരു നാൾ നിങ്ങളെ തന്നെ അത് തിരിച്ചു കൊത്തുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും വരും. കാരണം ഇപ്പോഴും ഒരു കുടുംബം അനാഥമായിട്ട് കഴിയുന്നുണ്ട്. അവർക്ക് മകനെ നഷ്ടപ്പെട്ടു, ആ കുടുംബത്തിന് ഒരു അത്താണിയെ നഷ്ടപ്പെട്ടു. അതൊക്കെ നിങ്ങൾ കാരണമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് പറഞ്ഞാലും കൺവിൻസ്ഡ് അവസാനം നിങ്ങൾ പറഞ്ഞില്ലേ, എനിക്ക് വലുത് എൻ്റെ സുഖമാണ്, സന്തോഷമാണ്, അതുപോലെ തന്നെ ഹാപ്പിനെസ് ആണ് എന്ന്. തീർച്ചയായിട്ടും അത് ഏത് കാലം, എത്ര കാലം നിലനിൽക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. എല്ലാവരും ചെയ്യുന്ന കർമ്മത്തിനുള്ള പ്രതിഫലം ഈ ലോകത്ത് നിന്ന് തന്നെ കിട്ടിയിട്ട് മാത്രമേ നിങ്ങൾക്കിവിടെ വിട്ടു പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആ കുടുംബത്തിൻ്റെ ഒരു ശാപം അല്ലെങ്കിൽ ഒരു കണ്ണീര് തീർച്ചയായിട്ടും നിങ്ങളെ വിടാതെ പിന്തുടരുക തന്നെ ചെയ്യും. ഷിംജിത, അത് നിങ്ങൾക്ക് എന്നും ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ബാക്കി എല്ലാവരും ഒരേ വഴി കൂടെ പോകുമ്പോൾ ഇത് ശരിയാണോ എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിലേ അതിനൊരു കുറച്ച് ധൈര്യമെങ്കിലും വേണം. ജനക്കൂട്ടത്തിൻ്റെ കൂടെ പോകാൻ വലിയ ധൈര്യമൊന്നും വേണ്ട. എന്നാൽ സത്യത്തിൻ്റെ, ശരിയുടെ, നീതിയുടെ, ന്യായത്തിൻ്റെ കൂടെ ഒറ്റക്ക് നിൽക്കണമെങ്കിൽ അതിനൊരു ഹൃദയം തന്നെ വേണം. കാരണം എപ്പോഴും വിത്ത് ബ്രസീൽ. ഞാൻ പോയി വരാം. ശരി. അപ്പോൾ എല്ലാവരും ഒരു വഴിക്ക് തന്നെ പോകുമ്പോൾ തീർച്ചയായിട്ടും അത് ശരിയാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു ധൈര്യം വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വേണം തീർച്ചയായിട്ടും. അതൊക്കെ നല്ല കാര്യമാണ്. ചോദ്യം ചെയ്യണം, ചോദ്യം ചെയ്യേണ്ട എന്നൊന്നും പറയുന്നില്ല. തെറ്റെവിടെ കണ്ടാലും ചോദ്യം ചെയ്യാനുള്ള ധൈര്യം എല്ലാവർക്കും വേണം. അത് ശരി തന്നെയാണ് എങ്കിൽ അതിൻ്റെ കൂടെ പോകാനും ഒരുപാട് പേരുണ്ടാവും. പിന്നെ ഒന്നായിട്ടൊരു ജനക്കൂട്ടം ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിനൊപ്പം കൂടാൻ പ്രത്യേകിച്ച് ധൈര്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജനങ്ങളെല്ലാവരും തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിച്ചതല്ല, അല്ലെങ്കിൽ തെറ്റായ ഒരു ആശയത്തിൻ്റെ കൂടെ സഞ്ചരിച്ചതല്ല. നിങ്ങൾ ചെയ്ത ചെറ്റത്തരത്തിനെതിരെ ജനങ്ങൾ ഒന്നിച്ച് സംസാരിച്ചു. അതിൻ്റെ ആശയത്തിൻ്റെ കൂടെ എല്ലാവരും ഒന്നിച്ച് നീങ്ങി. അത് തീർച്ചയായിട്ടും ആ ഒരു കുടുംബത്തിനും അതുപോലെ തന്നെ ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് നീതി കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ എന്നിട്ടും നീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പക്ഷം. കാരണം നിങ്ങൾ ഇപ്പോൾ കൂളായിട്ട് 1-2 ആഴ്ച ജയിൽ കിടന്ന് വന്നതിന് ശേഷം ഇപ്പോൾ റീൽസും ഷൂട്ടുമായിട്ട് പണ്ടത്തെ കാട്ടിലും ഹാപ്പി ആയിട്ട് നിങ്ങൾ ജീവിച്ചു പോകുന്നുണ്ട്. ആ കുടുംബത്തിൻ്റെ സ്ഥിതി എന്താണ് നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. അവരുടെ കണ്ണുനീരിൻ്റെ വില എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുകയും ചെയ്യില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഒരു രാജ്യം, ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നീതി, ഇതാണ് നമ്മുടെ ഒരു വ്യവസ്ഥ. ഈ ഒരു വ്യവസ്ഥയിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ലാവിഷായിട്ട് ഇപ്പോഴും പുറത്തിങ്ങനെ നടക്കുന്നുണ്ട്. അതാണ് നമ്മളുടെ നിയമത്തിൻ്റെ ലോഫേഴ്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു ഇളയ അഭിപ്രായം. ഇനി ഇവർക്കെതിരെ വീഡിയോ ചെയ്തതിനെ ഒരാൾക്കെതിരെ തീർച്ചയായിട്ടും ഇവർ പറയുന്നുണ്ട്, ഒരു രാഹുൽ നായർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ലീഗലായിട്ടുള്ള നടപടികളുമായിട്ട് പോകുമെന്നൊക്കെയാണ് പറയുന്നത്. നമുക്കത് കാണാം. അങ്ങനെ നമ്മുടെ ഷിംജിത ചേച്ചി റിക്വസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്, മെസ്സേജ് ഇട്ടുണ്ട്. നമുക്ക് ആ മെസ്സേജ് ഒന്ന് വായിക്കാം. ഹായ്, പ്ലീസ് ഡെലിറ്റ് ദി വീഡിയോ യു പോസ്റ്റഡ് അബൌട്ട് മീ. യു അപ്ലോഡഡ് ഇറ്റ് വിത്തൌട്ട് മൈ പെർമിഷൻ ആൻഡ് ഐ ഡോണ്ട് കൺസെന്റ് ടു. പ്ലീസ് റിമൂവ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ഇഫ് യു ഡോണ്ട് ഡെലിറ്റ് ഐ ഹാവ് ടു ടേക്ക് എ ലീഗൽ ആക്ഷൻ. താങ്ക് യു. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഇദ്ദേഹത്തിന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തതിനെതിരെ അവർ അയച്ച ഒരു മെസ്സേജാണ് നിങ്ങൾ കണ്ടത്. ഇവരുടെ സമ്മതമില്ലാതെ ഇവരുടെ മുഖവും കാര്യങ്ങളും എല്ലാം നിങ്ങൾ വെളിപ്പെടുത്തി വീഡിയോ ചെയ്താൽ ലീഗലായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. അപ്പോൾ ഏത് നിയമവശത്തിൻ്റെ കൈപിടിച്ചിട്ടാണ് നിങ്ങൾ ഈ ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ വീഡിയോ എടുക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളടക്കമുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുടെ മുമ്പിലേക്ക് നിങ്ങൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്തത്? ആരുടെ സമ്മതം കൂടി ചോദിച്ചിട്ടാണ്? അവരുടെ സമ്മതത്തോടു കൂടിയാണോ? ഒരിക്കലുമല്ല. അങ്ങനെ ചെയ്ത നിങ്ങൾക്ക്, നിങ്ങളുടെ വീഡിയോ നിങ്ങൾ ചെയ്യുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്കാണ്, ഒരു പൊതുവായ കാര്യമാണ്, ഒരു പൊതു വീഡിയോ ആണ്. അതെല്ലാവർക്കും കാണാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിനെ ഞങ്ങൾ റിയാക്ട് ചെയ്യും. അതിനെതിരെ പറയാനുള്ള നല്ല ഭാഷയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ പ്രതികരിക്കുന്നുള്ളൂ. അത് ഞങ്ങളുടെ അഭിപ്രായമാണ് താനും. അത് തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹവും ചെയ്തിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും സഹോദരിക്കുള്ള കൃത്യമായ മറുപടി അദ്ദേഹം കൊടുക്കുന്നുണ്ട്. നമുക്കതുകൂടി കണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അല്ല, നിന്നെ 10 തെറി വിളിക്കാൻ നിന്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചു നിന്റെ മുമ്പിൽ ഒന്ന് കുനിഞ്ഞിക്കാൻ ഞാൻ. നീ ആര് പ്രൈം മിനിസ്റ്റർ, അതാ ചീഫ് മിനിസ്റ്ററാ? നീ വിത്തൌട്ട് മൈ പെർമിഷൻ എന്നല്ല. ഞാൻ കാര്യം ചോദിക്കട്ടെ, നീ ആ ബസ്സിൽ കയറി നിന്റെ മുലയിട്ട് മറ്റവന്റെ നെഞ്ചത്ത് ഉരച്ചിട്ട് വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലെല്ലാം പോസ്റ്റ് ചെയ്ത് ലോകമായ ആളുകളെല്ലാം കാണിച്ച് അയാളെ മരണത്തിലേക്ക് തെളിയിട്ടത് അയാളുടെ പെർമിഷൻ ചോദിച്ചിട്ടാണോ നീ ചെയ്തത്? അല്ലല്ലോ. അപ്പൊ പിന്നെ ഇതിനും പെർമിഷനും ചോദിക്കണം നിന്നെ 10 തെറി വിളിക്കാനും. അയാളുടെ ജീവന്റെ അത്രയും വലിയ വിലയൊന്നുമില്ല നിന്നെ 10 തെറി വിളിച്ച ഈ ഒരു കേസിൽ. നീ അയാളെ മരണത്തിന് കാരണമാക്കിയിട്ട് ആ ഒരു കേസിൽ നീ 6 മാസത്തിന് കഴിഞ്ഞ് നീ പുറത്തിറങ്ങി വിലസി നടക്കുന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ 10 തെറി വിളിച്ചതിന്റെ പേരിൽ ഞാൻ അകത്ത് പോകേണ്ട വന്നു കഴിഞ്ഞാൽ ഞാൻ സന്തോഷത്തോടെ ഞാൻ പോയി കിടക്കും. മനസ്സിലായില്ലേ? എന്തായാലും അയാളെ കൊന്നതിന്റെ അത്രയും വലിയ കേസൊന്നും അല്ല നിന്നെ 10 തെറി പറഞ്ഞുണ്ട്. പിന്നെ ഇതിനകത്ത് വീഡിയോ ചെയ്യാൻ തുടങ്ങിയ കാലം പോലെ നമുക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും കേസ് ഉണ്ടാവും. അതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? ഈ ഒരു വിഷയത്തിൽ സന്തോഷത്തോടെ പോയി ഞാൻ അകത്ത് കിടക്കുകയും ചെയ്യും. അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോ കൊണ്ട് ഡെലിറ്റ് ആക്കാൻ പോകുന്നില്ല. ഓക്കെ. അപ്പോ നിന്നെ ഒരു കാര്യത്തിൽ നിന്നെ സമ്മതിച്ചിരിക്കുന്നത്, നിന്റെ തൊലിക്കട്ടി, നിന്റെ മനക്കട്ടി, നിന്റെ ചങ്കൂറ്റം
മറ്റുള്ള സാമാന്യ ഒരാൾക്ക് എന്തായാലും കുറച്ച് നാളെങ്കിലും ആളുകളൊക്കെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. നിന്നെ കൊണ്ടതൊക്കെ എങ്ങനെ സാധിക്കുന്നു? നീ ഒരു കില്ലാടി തന്നെ കേട്ടോ എന്തായാലും. അപ്പോൾ ഏതായാലും വീഡിയോ നിങ്ങൾ കണ്ടു കാണും. എല്ലാവർക്കും പള്ളം നിറഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. ഇതിലും വലിയൊരു മറുപടി സ്വപ്നത്തിൽ മാത്രമേ ഷിംജിതയ്ക്ക് കിട്ടാനുള്ളൂ. ഷിംജിത, നീ എത്രമാത്രം വെളുപ്പിച്ചാലും തീർച്ചയായിട്ടും നിന്റെ ആ ഒരു ചെയ്ത ക്രൂരകൃത്യത്തിൻ്റെ ഒരു കറ നിന്റെ ജീവിതത്തിൽ നിന്ന് ഇനി മരണം വരെ മാഞ്ഞു പോകില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നൊക്കെ നീ ഹാപ്പി ആയിട്ട് റീൽസും കാര്യങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുമ്പോൾ ആ മനുഷ്യൻ ഇന്ന് എവിടെയാണ് എന്ന് എപ്പോഴെങ്കിലും നിനക്കൊന്ന് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നിനക്ക് മനസ്താപവും മനക്കുത്തും വരും. അന്ന് നമുക്ക് തീർച്ചയായിട്ടും വീണ്ടും കാണാമെന്ന് മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. തീർച്ചയായിട്ടും ചെയ്ത കുറ്റത്തിൻ്റെ പശ്ചാത്താപം മരണം വരെ നിന്നെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നീ എത്ര തന്നെ വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും കേരളക്കരയുടെ മനസ്സിൽ തീർച്ചയായിട്ടും നിന്റെ സ്ഥാനം അതൊരു വല്ലാത്ത സ്ഥാനം തന്നെയാണ്. അത് തന്നെയാണ് അദ്ദേഹം ഈ വീഡിയോൻ്റെ അവസാനം പറഞ്ഞത്. തീർച്ചയായിട്ടും വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.